സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്കിന്ന് പ്രീ ലണ്ടൻ ഓക്കെ. സോ നമുക്കിന്ന് മേജറായിട്ടുള്ള ന്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ വെൽക്കം എവ്രി വൺ. ഓക്കെ, ഇന്ന് ട്യൂസ്ഡേ ജൂലൈ 15th. സോ ഇന്ന് മേജറായിട്ട് ഈവനിങ്ങിലൊരു ന്യൂസ് ഉണ്ട്, കാഡിലൊരു ന്യൂസ് വരുന്നുണ്ട്. സോ കാഡ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് 6 o'clock സെയിം CPI ഡാറ്റ വരുന്നുണ്ട്. മന്ത് ഓൺ മന്തിൻ്റെയും ഇയർ ഓൺ ഇയറിൻ്റെയും ഡാറ്റാസ് വരുന്നുണ്ട് 6 o'clock ഈവനിങ്. സോ ആ ന്യൂസ് ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾ ആ സമയത്ത് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് 3-4 ടൈംസ് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. എഗെയിൻ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, കാരണം നമുക്ക് എക്സ്പെക്റ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്കറിയില്ല എന്താ വരാൻ പോകുന്നതെന്നുള്ളത്. സോ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പൊസിഷനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, വാച്ച് ഔട്ട് ചെയ്യുക. അതേപോലെ ന്യൂസുകൾ, മേജറായിട്ടുള്ള ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സോ നെക്സ്റ്റ് വീക്ക് എന്താണ്, ജാപ്പനീസിൻ്റെ അപ്പർ ഹൗസ് ഇലക്ഷൻ വരുന്നുണ്ട്. സോ ഞാൻ മേജറായിട്ട് USD JPY ആണ് ട്രേഡ് ചെയ്യാറ്. സോ ഞാൻ അതിൻ്റെ ന്യൂസുകളായിരിക്കും കൂടുതൽ പറയുന്നുണ്ടാവുക. സോ ജാപ്പനീസ് ഇലക്ഷൻ വരുന്നുണ്ട്. സോ അത് പ്രകാരം അതുകൊണ്ട് എന്താണ് USD JPY ഒന്നും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക, വോളറ്റൈലാണ്, നല്ല രീതിയിൽ വോളറ്റൈലാണ്. ഓക്കെ. സോ വേറെ മേജറായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊന്നുമില്ല. താരിഫ് ടെൻഷൻസ് ഉണ്ട്. സോ USD JPY സ്ക്രീൻ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ. വൈഫൈ എന്തോ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു, ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇഷ്യൂ ആവാനും ചാൻസ് ഉണ്ട്, നോക്കാം. ലൈവ് റണ്ണിങ് ആണ്. ലൈവ് ഗോയിങ് ഓൺ ആണ്. ഓക്കെ. സോ ചെറിയ നെറ്റ്വർക്ക് എന്ന ഇഷ്യൂ ആണ്. സോ USD JPY ഇപ്പം നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ചെക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ UJ ഒരു ട്രെൻഡ് ലൈൻ, ഇപ്പം അപ്പർ സൈഡിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ട്രെൻഡ് ലൈൻ അത്ര ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഈ ഒരു 1 വീക്ക് എന്തായാലും നല്ല രീതിയിലുള്ള വോളറ്റൈലിറ്റി ഉണ്ടാവും. USD JPY എന്ന പേരിൽ നല്ല രീതിയിലുള്ള വോളറ്റൈലിറ്റി ഉണ്ടാവും. ലാസ്റ്റ് ടൈം ഇതുപോലെ 2022 ആ ഇലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു 1 വീക്ക് മുന്നേയൊക്കെ നല്ല രീതിയിൽ വോളറ്റൈലിറ്റി ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ. സോ നമുക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് നൗ UJയിലെ ട്രെൻഡ് എന്താണ്, അപ്സൈഡിലെ ട്രെൻഡ് തന്നെയാണ് ഞാൻ വാച്ച് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം അഗ്രസീവ് ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ ഇപ്പോഴും ഞാൻ അപ്സൈഡിലേക്കുള്ള ട്രേഡുകൾ തന്നെയാണ് ഞാൻ നോക്കുന്നത്. 50 മിനിറ്റിൽ അപ്സൈഡിലേക്കുള്ള ട്രേഡുകൾ തന്നെയാണ് നോക്കുന്നത്. സോ ഇന്നലെ മുതൽ നമ്മൾ പറയുന്നത്, ഇപ്പം ഇന്നലെ നമുക്ക് ലൈവ് ഉണ്ടായിട്ടില്ല, ബട്ട് സൂമിൽ നമ്മൾ പറയുന്നത് USD JPY കറൻ്റ്ലി അപ്സൈഡാണ്, അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് UJയിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. സോ ആസ് ഓഫ് നൗ ഞാൻ ബൈ നോക്കുന്നൊരു ഏരിയ, ഒരു അഗ്രസീവ് ട്രേഡർക്ക് വേണ്ടിയിട്ട് ഞാൻ ബൈ നോക്കുന്നൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും. സോ 147.434 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ അവിടെ നമുക്ക് ബൈയിങ് സൈഡിലേക്ക് ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു അഗ്രസീവ് ട്രേഡിംഗ് മെത്തേഡാണ് കേട്ടോ. ആ അഗ്രസീവ് ട്രേഡിംഗ് മെത്തേഡിൽ അങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിലാണ് 1 മിനിറ്റിൽ ഇവിടെ വന്നൊന്ന് ടാപ്പ് ഇൻ ചെയ്ത്
സോ അവിടുന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടി, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, എന്നിട്ട് വീണ്ടും അതിലേക്ക് വന്ന് ടാപ്പ് ഇൻ ചെയ്ത് ആ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബൈ സൈഡിലേക്കുള്ള ഒരു എൻട്രി നോക്കാം എന്നുള്ളതാണ്. സോ ഇതൊരു അഗ്രസീവ് ട്രേഡിംഗ് മെത്തേഡാണ്, 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സോ ആ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യും, ബൈ സൈഡ് നോക്കും എന്നുള്ളതാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആസ് ഓഫ് നൗ അപ് ട്രെൻഡ് ആയതുകൊണ്ട്. സോ ഈ ഒരു അപ് ട്രെൻഡിൽ പല ട്രേഡുകളും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുന്നേ ഉള്ള സൂമിലൊക്കെ ഉള്ളതിൽ നമ്മൾ അപ് ട്രെൻഡ് ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ എന്താണ്, ഇപ്പോഴും യു ജി അപ് ട്രെൻഡിലാണ്. യു ജി ഡൗൺ ട്രെൻഡിലേക്ക് ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഞാനൊരു സെൽ സൈഡിലേക്കുള്ള ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ 146.850 എന്നുള്ള ലെവൽ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ ഞാൻ ഇനി ഒരു സെൽ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യൂ എന്നുള്ളതാണ്. ആസ് ഓഫ് നൗ ഞാൻ എന്താണ്, ഈ ഒരു ഏരിയ ബൈ സൈഡിലേക്കുള്ള ട്രേഡ് നോക്കുന്നുണ്ട്. സോ അവിടുന്ന് പ്രോപ്പറായിട്ട് SL വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അഗ്രസീവ് ട്രേഡിങ്ങിൽ എന്തുണ്ടാവാം, സ്റ്റോപ്പ് ലോസുകളും കാര്യങ്ങളും വരാം. ബട്ട് എന്താണ്, പ്രോപ്പറായിട്ട് ഒരു റൂൾ ഉണ്ടാക്കുക, ടു ട്രേഡ്സ് എന്നുള്ള റൂൾ ഉണ്ടാക്കുക. 2 ട്രേഡും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക. അല്ല 2 ട്രേഡും പോസിറ്റീവിലേക്കാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു കീ ലെവൽ USD JPY ഈ ഒരു ലെവലാണ് ഞാൻ വാച്ച് ഔട്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബൈ അല്ല, 1 മിനിറ്റിൽ ഒരു പാറ്റേൺ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബൈ സൈഡിലേക്ക് ട്രേഡ് നോക്കാം എന്നുള്ളതാണ്. സെൽ സൈഡിലേക്ക് ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. സോ USD JPY അതായിരുന്നു എൻ്റെ ആസ് ഓഫ് നൗ വ്യൂ. സോ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് മാർക്കറ്റ് എന്തെങ്കിലും പുതിയ സ്ട്രക്ചറുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീ ന്യൂയോർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ UJയിലെ വ്യൂ അതായിരുന്നു. സോ ഗോൾഡിൽ ഓക്കെ, ഗോൾഡിൽ ഇന്നലെ വരെ നമ്മൾ അപ് ട്രെൻഡിലേക്ക് തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഇന്നലെ മുതൽ നമ്മൾ അപ് ട്രെൻഡിലേക്കുള്ള ട്രേഡുകൾ നോക്കാൻ തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ പ്രകാരം അപ് ട്രെൻഡിലേക്കുള്ള ട്രേഡുകൾ നോക്കാമെന്നുള്ളതായിരുന്നു. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഒരു ഹയർ ലോനെ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ ഗോൾഡിൽ എന്തായാലും ഇനി സെല്ലിംഗ് ട്രേഡുകളാണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബൈ സൈഡിലേക്കുള്ള ട്രേഡുകളൊക്കെ ഇനി ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ 3375 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ ഞാൻ ബൈ സൈഡിലേക്കുള്ള ഏരിയ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ അപ്പ് സൈഡിലേക്കുള്ള സ്ട്രക്ചറിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡിലേക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ ക്യാരക്ടർ ചേഞ്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെൽ സൈഡിലേക്കുള്ള ട്രേഡുകൾ ബൈ സൈഡിലേക്കുള്ള ട്രേഡുകൾ നോക്കണ്ട എന്നുള്ളതാണ്. സോ എൻ്റെ ഫസ്റ്റ് IDX ഈ ഒരു IDXലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 1 മിനിറ്റിൽ ഒരു പാറ്റേൺ തന്നിട്ടുണ്ടോ, ഇല്ല, 1 മിനിറ്റിൽ അവിടെ ഒരു പാറ്റേൺ തന്നിട്ടില്ല. സോ നമുക്ക് അവിടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഇനി ഞാൻ നോക്കുന്ന ഒരു സെൽ സൈഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലിങ്ങിലേക്കുള്ള ഒരു ട്രേഡ് നോക്കാം എന്നുള്ളതാണ്. സോ 3374 എന്നുള്ളൊരു ഏരിയ, ആ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലിങ്ങിലേക്കുള്ള ട്രേഡുകൾ നോക്കാം എന്നുള്ളതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും 2 സൈഡിലേക്കും അപ്പം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഹൈയിലേക്ക് പോകാമെന്നുള്ളത്. സോ നമ്മളിങ്ങനെ ചെയ്യുക, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ് ട്രെൻഡിലേക്കുള്ള ട്രേഡുകളുള്ളൂ. അതുവരെ എന്താണ്, നമുക്ക് സെൽ സൈഡിലേക്കുള്ള ട്രേഡുകൾ തന്നെയാണ് ഇപ്പോൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യാം, ന്യൂസുകളൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ സഡൻ ആയിട്ട് ന്യൂസും കാര്യങ്ങളും വരുകൊണ്ടാണ് ഇന്നലെ വരെ അപ് ട്രെൻഡായി. ഇപ്പം ഇന്നലെ ബൈ സൈഡിലേക്കുള്ള ട്രേഡുകൾ നോക്കിയിട്ട് ബൈ സൈഡിലേക്കുള്ള ട്രേഡുകളായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം എഗെയിൻ എന്താണ്, സെൽ സൈഡിലേക്കുള്ള ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ലോവർ ടൈം ഫ്രെയിമിലാണ് കേട്ടോ. സോ ഇനി ഇവിടുന്ന് ഇപ്പം നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് ഈ ഒരു IDX ടാപ്പ് ചെയ്തതുകൊണ്ട് ഇനി എന്തായാലും ബൈ സൈഡിലേക്കുള്ള ട്രേഡുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടുന്ന് സെൽ സൈഡിലേക്കുള്ള ട്രേഡുകൾ തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുക. സോ 1 മിനിറ്റിൽ എനിക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ കിട്ടുകയാണ്. 1 മിനിറ്റിൽ എനിക്ക് ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ എനിക്ക് താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് കിട്ടും, ഇപ്പോഴത്തെ കണ്ടീഷനിലാട്ടോ പറയുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്ത് കിട്ടും, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ ഹൈയിലേക്ക് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത്, ആ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് നോക്കുന്നുള്ളതാണ്. ആസ് ഓഫ് നൗ ആണ് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അവിടുന്ന് സെൽ സൈഡിലേക്കുള്ള ട്രേഡുകൾ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഞാൻ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് ആസ് ഓഫ് നൗ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗോൾഡിന് ഞാൻ ആസ് ഓഫ് നൗ ബൈ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ബൈ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3375 എന്നുള്ളതൊന്ന് ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലേക്ക് പോയാൽ മാത്രമേ ബൈ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരണം, ഗോൾഡിന് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വരണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. സോ ഗോൾഡിൻ്റെ ഹയർ ടൈം ഫ്രെയിം വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കാണ്. സോ ഇതൊരു കുറച്ച് കാലമായി, ആ ഒരു ഏരിയയിൽ കുറച്ച് ടൈമായി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ എല്ലാ കാര്യങ്ങളും ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. സോ ഹയർ ടൈം ഫ്രെയിമിലും എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്.
സോ നമുക്ക് അവിടെ നിന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് 50 മിനിറ്റിൽ അഗ്രസീവ് ട്രേഡിംഗിൽ എന്താണ് സെൽ സൈഡിലേക്കുള്ള ട്രേഡുകൾ തന്നെയാണ് നോക്കേണ്ടത് പറഞ്ഞു. സോ നമ്മൾ ആ ഏരിയയും പറഞ്ഞിട്ടുണ്ട്. വീക്ക്ലിയിൽ നമുക്ക് ഏതെങ്കിലും ലിക്വിഡിറ്റികൾ എടുക്കാൻ പെൻഡിങ് ഉണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ഇതൊക്കെ ലോ ബ്രേക്ക് ചെയ്ത് ഓക്കെ. വീക്ക്ലിയിലും ഡെയിലിയിലൊന്നും ലിക്വിഡിറ്റി പെൻഡിങ് ഒക്കെ ഇതിന് ബോഡി വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ബോഡി. സോ വീക്ക്ലി ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും ഡെയിലി ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. സോ അത് എടുത്ത പോലെ തന്നെയാണ് നിയർ ടു വന്നിട്ടുണ്ട്. സോ ഇതാണ് ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ഉള്ളത് ആസ് ഓഫ് നൗ. സോ 4 ഹവറിൽ മേജർ ആയിട്ടുള്ള കീ ലെവൽസുകളൊന്നും എനിക്കിപ്പം ആസ് ഓഫ് നൗ ഞാൻ നോക്കുന്നില്ല. 50 മിനിറ്റിലാണ് ഇപ്പം കൂടുതലായിട്ട് ട്രേഡുകൾ നോക്കുന്നത്. 50 മിനിറ്റിൽ ഇവിടുന്ന് സെൽ സൈഡിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 1 മിനിറ്റിൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡുകൾ നോക്കാം എന്നുള്ളതാണ്. സോ എസ് എൽ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു എൻട്രി ക്യാൻഡിൽ കിട്ടുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു $3 അല്ലെങ്കിൽ ഒരു $2 ഒക്കെ എന്ത് ചെയ്യാം, എസ് എൽ വെക്കാം എന്നുള്ളതാണ് ഗോൾഡിൽ. സോ അതൊരു ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി ആയതുകൊണ്ടാണ് അത്രയും ടൈറ്റ് ആയിട്ടുള്ള എസ് എൽ കിട്ടുന്നത് എന്നുള്ളതാണ്. സോ ആസ് ഓഫ് നൗ ഗോൾഡിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 1 മിനിറ്റിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെല്ലിംഗ് ആണ് നോക്കുന്നത്. ഗോൾഡിൽ ഞാനിപ്പോൾ ബൈയിങ് നോക്കുന്നില്ല. USD JPYയിൽ ഞാൻ എന്താണ് ബൈ എന്നുള്ളൊരു ഏരിയ ആണ് ഞാൻ വാച്ച് ഔട്ട് ചെയ്യുന്നത്. ബൈ സൈഡ് നോക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് ബൈ സൈഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആസ് ഓഫ് നൗ അതാണ്. ഇനി ഇതിൻ്റെ മാർക്കറ്റ് എന്തെങ്കിലും പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ എന്തെങ്കിലും സ്ട്രക്ചർ ഷിഫ്റ്റ് തരികയാണ് ആസ് ഓഫ് ഉച്ചയുടെ മുന്നേ ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ന്യൂയോർക്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.